നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. പുരസ്കാർ 2026 തിരുവല്ല ഒരുങ്ങി. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ അവാർഡുകൾ സമ്മാനിക്കുന്ന പുരസ്കാർ സന്ധ്യ ഓഗസ്റ്റ് 20 തിരുവല്ലയിൽ സംഘടിപ്പിക്കും. വൈകുന്നേരം 6 തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിലാണ് പുരസ്കാർ വേദിയൊരുക്കുക. സഭയുടെ വിശിഷ്ട പുരസ്കാരമായ മാനവസേവ അവാർഡ് ഉൾപ്പെടെയുള്ളവ സമ്മേളനത്തിൽ സമ്മാനിക്കും. അനുഗ്രഹീത ശുശ്രൂഷകൾ നിർവഹിച്ച് സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന വൈദികരെ സമ്മേളനം ആദരിക്കും. കൃഷി, പരിസ്ഥിതി, സ്പോർട്സ്, സാഹിത്യം, സെമിത്തേരി സംരക്ഷണം തുടങ്ങിയ അവാർഡുകളും സമ്മാനിക്കും. ഡോക്ടറൽ ബിരുദം നേടിയ അധ്യാപകർ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്കും ആദരവ് അർപ്പിക്കും. സംഗീത, കലാ, സാംസ്കാരിക ആവിഷ്കാരങ്ങൾ അവാർഡ് സന്ധ്യയ്ക്ക് മിഴിവേകും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ യോയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. രമേശ് പിഷാരടി MLA മുഖ്യ അതിഥിയായിരിക്കും. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭ വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ സമർപ്പണം ഓഗസ്റ്റ് 15 നടത്തും. ഉച്ചകഴിഞ്ഞ് 3 വടുവഞ്ചാലിൽ സംഘടിപ്പിക്കുന്ന സമർപ്പണ സമ്മേളനം സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് മുഖ്യ അതിഥിയായിരിക്കും. വടുവഞ്ചാലിൽ സഭ വാങ്ങിയ 3.5 ഏക്കർ ഭൂമിയിലാണ് പുനരധിവാസം ഒരുക്കുക. ദുരന്തത്തിന് ഇരയായ 25 പേർക്കാണ് ഇവിടെ വീട് നിർമ്മിച്ചു നൽകുക. 8 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. ജനങ്ങൾക്ക് അടിസ്ഥാന വൈദ്യ ശുശ്രൂഷ ലഭ്യമാക്കുന്നതിനായി 2 നിലകളോടുകൂടിയ ഹോളിസ്റ്റിക് സെന്റർ നിർമ്മാണവും പുരോഗമിക്കുന്നതായി സഭാ സെക്രട്ടറി റവറന്റ് എബി മാമൻ അറിയിച്ചു. രൂക്ഷമായ മഴയും വെള്ളപ്പൊക്കവും സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ നടുവിലായ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ വിശ്വാസ സമൂഹത്തിന് ആശ്വാസമായി നിരണം മാരാമൺ ഭദ്രാസന കൗൺസിലിന്റെ നേതൃത്വത്തിൽ പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ 1200 ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിതരണം. വികാരി ജനറൽ വെരി റവറന്റ് തോമസ് കെ ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറന്റ് ബിജു കെ ജോർജ്, ഭദ്രാസന ട്രഷറർ ബിനോ ജോൺ, കൗൺസിൽ അംഗങ്ങൾ, വൈദികർ, യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് റവറന്റ് പ്രിൻസ് ആർ, സഖ്യം പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന അസംബ്ലി വാശി സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. റവറന്റ് ഡോക്ടർ എ ജോൺ ജോർജ് ധ്യാന പ്രസംഗം നടത്തി. 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് ജിജി മാത്യൂസ് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും, ട്രഷറർ VP സൈമൺ ബജറ്റും അവതരിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി മീരജിൽ സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കാനും പൻവേൽ ഹോസ്പീസ് സെന്റർ, ക്യാംഷഡ് മാർക്സോസ്റ്റം ആശ്രമം എന്നിവയുടെ വികസനത്തിന് പ്രാമുഖ്യം നൽകാനും തീരുമാനിച്ചു. ഭദ്രാസന സെക്രട്ടറിയായി റവറന്റ് ജിജി മാത്യൂസ്, ട്രഷററായി VP സൈമൺ കൂടാതെ 18 അംഗ ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെയും യോഗം തിരഞ്ഞെടുത്തു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ HE അറ്റ്മോസ് സ്റ്റുഡിയോയുടെ പ്രചരണത്തിന്റെ ഭാഗമായി കോൺകോഡിയ മ്യൂസിക്കൽ ഫെസ്റ്റ് ഒരുക്കുന്നു. ഓഗസ്റ്റ് 18 വൈകുന്നേരം 5:30 മുതൽ തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിലാണ് ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് ഫെസ്റ്റ് ഒരുക്കപ്പെടുന്നത്. പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണൻ, എലിസബത്ത് രാജു എന്നിവർ നേതൃത്വം നൽകും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രളയബാധിതർക്ക് സഹായം ലഭ്യമാക്കി. പ്രളയത്തിൽ വെള്ളം കയറിയ വീടുകൾ യുവജന സഖ്യം നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഭദ്രാസന സെന്റർ ശാഖാ പ്രവർത്തകർ നേതൃത്വം നൽകി. യുവജന സഖ്യം പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, വൈസ് പ്രസിഡന്റ് ലിജോ ജോർജ് വർഗീസ്, ജനറൽ സെക്രട്ടറി റവറന്റ് ബൈജു തോമസ്, ട്രഷറർ അനൂപി അലക്സ്, മിസ്ഡ ചെയർമാൻ റവറന്റ് അഭിഷേക് ഡാൻ ഉമ്മൻ, കൺവീനർ സ്റ്റാൻലി സാം എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ നേതൃത്വത്തിൽ VBS ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പ് മുംബൈ വെസ്റ്റ് മാർത്തോമ പള്ളിയിൽ നടത്തി. മുംബൈ ഭദ്രാസന അധ്യക്ഷൻ മുഖ്യ അതിഥിയായി.
സമാജം അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ നോബിൾ എം മാത്യു, ഫീൽഡ് സ്റ്റാഫ് ജസിൻ ഫിലിപ്പ്, റവറൻ ഡോക്ടർ തോമസ് കുര്യൻ അഞ്ചേരി, റവറൻ അലൻ ടി സാമുവൽ, റവറൻ ജോബി വർഗീസ്, റവറൻ പ്രതീഷ് ജോർജ്, മോബിൻ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. സമാപന ദിവസം ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ഇടവക വികാരി റവറൻ സജി പി സൈമൺ, അസിസ്റ്റന്റ് വികാരി റവറൻ ഷിബു പി എബ്രഹാം, പ്രമോദ് ജോൺ ജോർജ്, മിനി ജോബി എന്നിവർ സമാപന പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം വൈത്തിരി സുഗന്ധഗിരി പ്രോജക്ടിന്റെ റെസിഡൻഷ്യൽ ബ്ലോക്ക് ശിലാസ്ഥാപനം 15-ന് ഡോക്ടർ തിഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിക്കും. രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. മാർത്തോമ സുവിശേഷ സേവിക സംഘം മുംബൈ ഭദ്രാസനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നേതൃസംഗമവും പുനെ കിർക്കി ഇടവകയിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. മൂവ് വിത്ത് ക്രൈസ്റ്റ് ടു ദ അൺനോൺ എന്ന ആഹ്വാനം സ്വീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം പുതിയ ദൗത്യങ്ങളിലേക്ക് വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി മുന്നേറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ ഒരിക്കലും ഇടത്താവളങ്ങളെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാതെ ദൗത്യം പൂർത്തിയാകുന്നതുവരെ മുന്നേറണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. റവറൻ ഡോക്ടർ തോമസ് കുര്യൻ അഞ്ചേരി, റവറൻ അനിൽ എബ്രഹാം, ഫേബ മറിയം സൈമൺ, ഷാരോൺ മറിയം തോമസ്, റവറൻ ജേക്കബ് സി മാത്യു, റവറൻ അനീഷ് ജോൺ, മുംബൈ ഭദ്രാസന സേവികാ സംഘം സെക്രട്ടറി ഷൈനി എബ്രഹാം, ലേഡി വൈസ് പ്രസിഡന്റ് സൂസമ്മ മാത്യു, റവറൻ ജോൺ ടി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പ്രളയം ദുരിതത്തിലാഴ്ത്തിയ ജനങ്ങൾക്ക് താങ്ങും തണലുമായി മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡ് മേപ്രാൽ, തിരുവല്ല, വേങ്ങൽ, കവിയൂർ, കറ്റോട്, വല്ലന, ഐരൂർ, കിടങ്ങന്നൂർ, ആറന്മുള, റാന്നി, കൊക്കാത്തോട്, ഓതറ എന്നിവിടങ്ങളിലും ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട്, നാക്കട, മുട്ടാർ, മിത്രക്കരി, കുട്ടനാട് മേഖലയിലെ മുട്ടാറിലെ ഉൾപ്രദേശങ്ങൾ, മാമ്പുഴക്കരി മുതലായ പ്രദേശങ്ങളിൽ പച്ചക്കറികൾ, അത്യാവശ്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ, ഡ്രൈ റേഷൻ കിറ്റ്, പുതപ്പുകൾ, ഹൈജീൻ കിറ്റുകൾ എന്നിവ വിതരണം ചെയ്ത് 4345 ദുരിതബാധിത കുടുംബങ്ങൾക്ക് സഹായമായി മാറി. കൊമ്പാടി മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം ഹാളിലാണ് കിറ്റുകൾ പാക്ക് ചെയ്തത്. യുവജനസഖ്യ അംഗങ്ങൾ, പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം, കൊട്ടാരക്കര സുരക്ഷാ പ്രോജക്റ്റ് എന്നിവിടങ്ങളിലെ സ്റ്റാഫുകൾ, തിരുവല്ല SES ഹയർ സെക്കൻഡറി സ്കൂൾ, NSS വോളണ്ടിയേഴ്സ്, കാർഡ് തിരുവല്ല ഓഫീസ് പ്രവർത്തകർ എന്നിവരടങ്ങുന്ന ടീമാണ് കിറ്റ് പാക്കിങ്ങിന് നേതൃത്വം നൽകിയത്. കാർഡിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവേശവും പിന്തുണയും പകർന്ന് കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, മാർത്തോമ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ പാക്കിംഗ് സെന്ററിലെ സന്ദർശനം പ്രവർത്തകർക്ക് ആവേശം പകർന്നു. മുട്ടാർ ക്രിസ്തോസ് മാർത്തോമ ഇടവക, ആനപ്രാമ്പാൽ മാർത്തോമ ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രളയബാധിതരായ കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രൈ റേഷൻ കിറ്റുകളുടെ വിതരണം കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ചെട്ടികുളങ്ങര, ആഞ്ഞിലിപ്ര തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പുതപ്പുകളും ഹൈജീൻ കിറ്റുകളും വിതരണം ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഷാലോ.